JPS ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഥുനമാസ ഫലമാണ്. അതായത് ജൂൺ 15-ാം തീയതി മുതൽ ജൂലൈ 16 വരെയുള്ള ഒരു മാസത്തെ മിഥുനൻ രാശിക്കൂറുകാരായ മകയിരത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ 1-2-3 പാദങ്ങൾ, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു മാസത്തെ ഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മിഥുനൻ രാശിയുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ ജൂൺ 22 വരെ മിഥുനത്തിലും പിന്നീട് കർക്കിടകൻ രാശിയിലേക്കും സഞ്ചരിക്കും. ഗോചരത്തിൽ ബുധൻ ജന്മരാശിയിൽ അത്ര നല്ല ഫലം പറയുന്നില്ല എങ്കിലും മിഥുനത്തിലെ ബുധൻ എന്ന് പറയുന്നത് സ്വക്ഷേത്രവാനാണ്, ജന്മരാശാധിപൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിലും സാഹിത്യാദി കലാപരമായ കാര്യങ്ങളിലും നല്ല മേന്മയും അറിവും ലഭിക്കും. വാചാലമായി സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാവും. മിഥുനൻ രാശി ഒരുപോലെ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ദ്വന്ദ്വ സ്വഭാവം എന്നൊക്കെ പറയും. ഗദാധാരിയായ പുരുഷനും വീണാധാരിയായ സ്ത്രീയുമാണ് അതിൻ്റെ അടയാളമായി കൊടുത്തിരിക്കുന്നത്. പരസ്പരം ബന്ധമില്ലാത്ത ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. മിഥുനത്തിൽ മാത്രമേ ഈ കഴിവ് ഉള്ളൂ എന്നത് ഒരു പ്രത്യേകതയാണ്. ഒരു യാത്ര പോയാൽ പോലും ആ യാത്രയിൽ ഒന്നിലധികം കാര്യങ്ങളെ എങ്ങനെ നടത്താൻ സാധിക്കും എന്ന് ചിന്തിക്കും. സ്വയം അറിയാനും തെറ്റായി തോന്നുന്നതിനെ അതേ സമയം തന്നെ എതിർക്കാനുമുള്ള ഒരു കഴിവും ഇവർക്കുണ്ട്. മുഖസ്തുതിയിൽ വീഴാത്തവരാണ് അധികം മിഥുനൻ രാശിക്കാർ. ബുധൻ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവർക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാനും കഴിയും. ബുദ്ധിപരമായ കഴിവിനും ബുധൻ സഹായിക്കാറുണ്ട്. ബുധൻ ബലഹീനനായി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ബുധന് ശുഭയോഗ ദൃഷ്ടികൾ ഒന്നും ഇല്ലാതെ വരികയും ചെയ്യുകയാണെങ്കിൽ വിദ്യയിൽ അത്ര മെച്ചമൊന്നും ആയിരിക്കുകയില്ല. അതുപോലെ തന്നെ അത് വളരെ മോശമായ നിലയിൽ മറ്റ് ഗ്രഹങ്ങളും കൂടി ഉണ്ടെങ്കിൽ മനോരോഗിയായി മാറുന്നതും കാണാം. കമ്മ്യൂണിക്കേഷനും ഷെയർ മാർക്കറ്റ്, കൂട്ടുകച്ചവടം, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, പഠനം, ഗവേഷണം, പുസ്തകരചന, സാഹിത്യം, ജേർണലിസം, പ്രസ്, വ്യാപാര സ്ഥാപനങ്ങളിലെ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അക്കൗണ്ടൻസി, മാത്സ്, നെയ്ത്തിശാല, അധ്യാപക ജോലി, ഇതെല്ലാം തന്നെ ബുധനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളിൽ താല്പര്യവും ബുധൻ സൂചിപ്പിക്കാറുണ്ട്. സൂര്യബുധയോഗം എന്ന് പറയുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. വ്യാകരണാദി വിദ്യയും പല കാര്യത്തെക്കുറിച്ച് അറിവും, അതായത് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും, അതായത് അസ്ട്രോളജി, അതുപോലെ CA പഠിക്കുക, ഇങ്ങനെ കുറെ പരിശ്രമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളിൽ പോലും, അതായത് സങ്കീർണമായ വിദ്യകളാണെങ്കിൽ പോലും ബുധൻ്റെ കഴിവ് കൊണ്ട് അതൊക്കെ പഠിച്ച് ഒരു നല്ല നിലയിലെത്താനൊക്കെ സാധിക്കും. ജന്മരാശിയിലെ സൂര്യൻ 3-ാം ഭാവാധിപനാണ്. ഏത് കാര്യത്തിലും ആത്മവിശ്വാസം നൽകും. ശാരീരിക ക്ലേശങ്ങളും അതുപോലെ യാത്രാക്ലേശവും കൂടി സൂര്യൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ 3 ഗ്രഹങ്ങൾ മിഥുനത്തിലുണ്ട്. കേന്ദ്രാധിപത്യ ദോഷമുള്ള വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് വലിയ മെച്ചമൊന്നും നൽകുന്ന ഒരു കാര്യമല്ല. വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ സ്ഥാനചലനം, ധനനഷ്ടം, കലഹം എന്നിവയൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ ജാതകത്തിൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഫലം തരികയും ചെയ്യും. അതാണ് ജാതകവും ഗോചരവും തമ്മിൽ പലപ്പോഴും ഫലത്തിന് വ്യത്യാസം വരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 22-ന് ബുധൻ കർക്കിടകത്തിൽ വരുമ്പോൾ ബുധന് ശത്രുതയുണ്ടെങ്കിലും ചന്ദ്രൻ ബന്ധുവായി കാണുന്ന ഗ്രഹമാണ്. അതായത് ചന്ദ്രന് ശത്രുക്കളൊന്നുമില്ല, പക്ഷെ ബുധൻ ശത്രുവാണ്, ചന്ദ്രൻ്റെ ശത്രുവാണ്. അപ്പോൾ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാനും അതുപോലെ 2-ലെ ബുധൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളിലൊക്കെ പ്രേരണ ചെലുത്തി സ്വാധീനിക്കുകയൊക്കെ ചെയ്യും. അതായത് പഠന സംബന്ധമായിട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത വിഷയമാണെങ്കിൽ പോലും രക്ഷകർത്താക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അതൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അതാണ് സൂചിപ്പിച്ചത്. അതാണ് ബുധനും ചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ലാഭം.
കാരണം ജന്മരാശാധിപൻ 2ാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വിദ്യയിൽ കുറേയൊക്കെ മെച്ചമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായ ലാഭം ഉണ്ടാവുകയും ചെയ്യും. അത് ശത്രുക്കളിൽ നിന്ന് പോലുമുള്ള ഗുണത്തെയും പ്രതീക്ഷിക്കാം. 3-ലെ ചൊവ്വയും കേതുവും വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരൻ. ആത്മവിശ്വാസം കൂടും. അല്പം കൂടി ഏത് കാര്യത്തിനും സ്പീഡ് കൂടാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ധനലാഭവും ശത്രുനാശവും ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ദൈവാധീനവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ 3-ലെ ചൊവ്വയ്ക്ക്, അതായത് 3-ൽ ചൊവ്വയും കേതുവുമാണ് നിൽക്കുന്നത്. ഇത് സഹോദര ഭാവത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നുമില്ല. പ്രതിഭാശാലിയും പ്രസിദ്ധിയും അതുപോലെ പല ഗുണങ്ങളും ഉണ്ടാക്കാനും ഈ കേതു സഹായിക്കും. ചൊവ്വ മകം പൂരം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കേതുവിൻ്റെ അപഹാരവും ശുക്രൻ്റെ അപഹാരവും ഉള്ളവർ, അതായത് ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കാത്തവർ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ചൊവ്വ ജാതകത്തിൽ അനിഷ്ടഭാവത്തിലോ നീചഭാവത്തിലോ ഒക്കെ നിൽക്കുകയും ശുഭയോഗ ദൃഷ്ടികളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. അവർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ചൊവ്വയുടെ ദോഷത്തിന് ഒരു കുറവൊക്കെ വരും. ചിങ്ങൻ രാശിയിലെ ചൊവ്വയുടെ കാര്യമാണ് ഈ പറയുന്നത്. കാരണം കർക്കിടകൻ രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഭദ്രകാളിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ബുധൻ പുണർദം പൂയം ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം കൂടി വരും. ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ ഈ പുണർദം പൂയം ആയില്യം എന്ന് പറയുമ്പോൾ ശനിയുടെ ബുധൻ്റെ അപഹാരമുള്ളവർ, ബുധൻ അനിഷ്ടഭാവത്തിലുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവർ ധർമ്മദൈവത്തെ ആരാധിക്കുകയും അവിടെ പോയി തൊഴുകയും അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് 100 പാലും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നവർ, ബുധൻ്റെ അനിഷ്ടഭാവസ്ഥിതി ഉള്ളവർ, ഇപ്പം വിദ്യാഭ്യാസം ചെയ്യുന്നവരും വിദ്യാഭ്യാസം മൂലം ഏതെങ്കിലും തരത്തിൽ ജോലി ആഗ്രഹിക്കുന്നവരും ഒക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ളവരെ, ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ 100 പാലും കഴിക്കുന്നതും അതുപോലെ ധർമ്മദൈവത്തിൻ്റെ ആരാധന നടത്തുന്നതുമൊക്കെ നല്ലതാണ്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു സന്താന ദുരിതവും പിതൃക്കൾക്ക് ക്ലേശവും, അതായത് 9ാം ഭാവം എന്ന് പറയുന്നത് പിതൃസ്ഥാനമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെയും സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ 9-ലെ രാഹു ചില അവസരങ്ങളിലൊക്കെ ഭാഗ്യദോഷം ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ഒരു ചെറിയ പരിഹാരവും ലഭിക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിന് ലഭിക്കുന്നു എന്നാണ്. അതൊരു നല്ല കാര്യമാണ്. കാരണം മിഥുനത്തിൽ ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ ദൃഷ്ടി കൊണ്ട് 5ാം ഭാവം, 7ാം ഭാവം, 9ാം ഭാവത്തിലൊക്കെ വ്യാഴത്തിന് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ ഭാവങ്ങളിലൊക്കെ അതിൻ്റെതായ ഗുണമുണ്ടാകും. അപ്പോൾ 9-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ആ ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് സാധിക്കുകയും ചെയ്യും. അഷ്ടമാധിപത്യം വഹിച്ച് ഭാഗ്യാധിപനായ ശനി, അതായത് 8ാം ഭാവത്തിൻ്റെ 9ാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശനിയാണ് കർമ്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ രംഗത്ത് എത്ര ശ്രമിച്ചാലും അതിന് തക്ക ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് കുറയുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും തൊഴിൽ മാറ്റത്തെക്കുറിച്ച് പോലും ചിലർ ചിന്തിക്കും. അതായത് കഷ്ടപ്പാടും പ്രയാസങ്ങളും ധനച്ചിലവും വളരെ വിഷമത്തിലും ഒക്കെ നിൽക്കുമ്പോൾ ജോലി സംബന്ധമായ ഒരു മാറ്റം സ്വാഭാവികമായും ചിന്തിക്കും പലരും. ഇത് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ജാതകത്തിൽ ശനി മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചാണ്. ഇപ്പം ശനി ബലവാനായിട്ട് 3, 6, 11 ഭാവത്തിലൊക്കെ നിൽക്കുക, അതല്ലെങ്കിൽ ധനു, മകരം, കുംഭം, മീനം, അതുപോലെ തന്നെ ശനിയുടെ ഉച്ചരാശിയായ തുലാം, ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചും ഇഷ്ടഭാവത്തിലും ബലവാനായിട്ടുമൊക്കെ ശനി നിൽക്കുന്നവർക്ക് ശനിയുടെ ഈ കണ്ടക ശനി എന്ന് പറയുന്നതൊന്നും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. കാരണം ശനി ജാതകത്തിൽ നല്ലതാണെങ്കിൽ ഗോചരത്തിൽ അത്ര മോശമായാലും ആ വലിയ ദോഷമൊന്നും ശനി നൽകാറില്ല. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും മെച്ചമായി നിൽക്കുന്നത് ശുക്രനാണ്. 5ാം ഭാവാധിപനാണ്. 11-ലും അതുപോലെ 12ാം ഭാവത്തിൻ്റെ ആധിപത്യം ഉണ്ടെങ്കിലും 11-ലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിലും 12ാം ഭാവത്തിൻ്റെ കൂടി ആധിപത്യം വരുന്നുണ്ട്. ശുക്രനെ സംബന്ധിച്ച് ഇത് ഒരു വലിയ നഷ്ടമേ അല്ല. കാരണം 12ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലും അത്
പല ഗുണങ്ങളെയും നൽകുന്നതാണ്. ആഗ്രഹിച്ചതെല്ലാം വന്നു ചേരുന്ന ഒരു സ്ഥാനമാണ് ഈ 11-ാം ഭാവം. ലാഭസ്ഥാനം എന്നും പറയും, അതുപോലെ ആഗമന സ്ഥാനം എന്നും ഒക്കെ പറയും. 11-ാം ഭാവം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമെന്നും അതിനനുകൂലമായ സമയമെന്നും ഒക്കെ വേണമെങ്കിൽ മിഥുന രാശിക്കാരെ കുറിച്ച് പറയാം. മൃഷ്ടാന്ന ലാഭം എന്നാണ് പറയുന്നത്, അതായത് എല്ലാ തരത്തിലുമുള്ള ലാഭം. ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ ഗ്രഹമാണ്. അപ്പം നല്ല ഭക്ഷണം, വസ്ത്രം, ആഭരണം, ബന്ധുക്കളുടെ സഹായം, ധനലാഭം തുടങ്ങി അപ്രതീക്ഷിതമായി പലതും സ്ത്രീകൾ ഉൾപ്പെടെ വന്നു ചേരാവുന്ന ഒരു സമയം 11-ാം ഭാവത്തിലെ ശുക്രനാണല്ലോ. മേടൻ രാശി സൂര്യന്റെ ഉച്ചരാശി ആയതുകൊണ്ട് തന്നെ മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ സർക്കാരിൻ്റെ സഹായത്തെയും സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ സർക്കാരിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സഹായം പ്രതീക്ഷിക്കുന്നവർക്കും അതിന് അനുകൂലമായ സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയാം. 11-ാം ഭാവാധിപനാണ് ചൊവ്വ. ഇത് ഇഷ്ടഭാവത്തിൽ 3-ാം ഭാവത്തിൽ വരുന്നതും ഭൂമിലാഭം, സ്വർണ്ണലാഭം, അപ്രതീക്ഷിതമായ ധനലാഭം, സഹോദരങ്ങളെ സംബന്ധിക്കുന്ന സഹായം 11-ാം ഭാവാധിപനാണ്. 3-ൽ ചൊവ്വ നിൽക്കുന്നത് സഹോദരങ്ങളെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ലെങ്കിലും 11-ാം ഭാവാധിപനായതുകൊണ്ട് അവരിൽ നിന്നുള്ള ഗുണം അല്ലെങ്കിൽ ലാഭം നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 29 മുതൽ ഇടവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇടവത്തിൽ ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ 12-ാം ഭാവമാണെങ്കിലും ശുക്രന്റെ തന്നെ സ്ഥാനമാണ്, സ്വക്ഷേത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ആ മഹിമ കൂടും. ധനലാഭം, ശയനസുഖം, മെലിഞ്ഞ ശരീരമൊക്കെ ആണെങ്കിൽ ഉള്ളവരെ സംബന്ധിച്ച് ഈ ഇടവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയത്ത് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടാനും അല്പം സൗന്ദര്യമൊക്കെ വർദ്ധിക്കാനുമുള്ള സാഹചര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ നല്ല ഭാവത്തിലായിട്ട് നിൽക്കണം. സാധാരണഗതിയിൽ ശുക്രൻ വളരെ കുറച്ച് രാശികൾ മാത്രമേ ഉള്ളൂ മോശമായിട്ട് പറയും. എന്നാൽ മറ്റ് രാശികളെല്ലാം തന്നെ ശുക്രനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ജാതകത്തിലാണെങ്കിൽ 3, 6, 7, 10 ഇങ്ങനെയൊക്കെ പറയുമ്പോഴും 10-ലെ ശുക്രൻ ബലവാനായ കർമ്മഗുണമൊക്കെ നൽകും. മറിച്ച് ഗോചരത്തിൽ 7-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും ഒക്കെ ശുക്രൻ വരുമ്പോൾ അത് വലിയ ഗുണമൊന്നും നൽകുകയുമില്ല. അപ്പൊ ശുക്രൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ ബലവാനായി ഇഷ്ടഭാവസ്ഥനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഈ മിഥുനമാസം വളരെയേറെ ഗുണവും ലാഭവും ശുക്രനെ കൊണ്ട് ലഭിക്കും. പ്രത്യേകിച്ച് ശുക്രൻ നീചരാശിയിലോ ശത്രുക്ഷേത്രത്തിലോ അതുപോലെ പാപയോഗം ചെയ്തൊക്കെ നിൽക്കുന്ന ജാതകക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവം അത്ര മെച്ചമായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം മേടത്തിലെ ശുക്രന് ചൊവ്വായുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ചൊവ്വായും ശുക്രനും നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമല്ല എങ്കിൽ അതിൻ്റെതായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ, ഇപ്പൊ ശുക്രനെ സംബന്ധിച്ച് ജാതകത്തിൽ മോശമായിട്ടുള്ളവരെ ശുക്രൻ ദേവീഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ചൊവ്വയാണെങ്കിൽ ദേവഭാവത്തെ. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യന് സാധാരണഗതിയിൽ സൂചിപ്പിക്കാറുള്ളത് ഓജരാശിയിൽ, അതായത് പുരുഷരാശിയിൽ. സ്ത്രീരാശിയിലാണെങ്കിൽ അത് മിക്കവാറും ഭദ്രകാളിയും അതുപോലെയുള്ള ഉഗ്രമൂർത്തികളെയും ഒക്കെ സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ശുക്രൻ ദേവീഭാവം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇടവം രാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ അത് സാത്വിക ഗുണമുള്ള അല്ലെങ്കിൽ സൗമ്യഭാവത്തിലുള്ള ദേവിമാരെയാണ് സൂചിക്കുന്നത്. അതായത് മഹാലക്ഷ്മി, സരസ്വതി ഇങ്ങനെയൊക്കെ ഉള്ളവരെ. അത് സ്വത്ത് മേളത്തിൽ നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി മറ്റൊരു തലത്തിലേക്ക് വരും, ചൊവ്വയുടെ രാശി ആയതുകൊണ്ട്. അത് ദുർഗയായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശുക്രൻ ഗണപതിയെ കൂടി സൂചിപ്പിക്കുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശുക്രൻ അനുകൂലമല്ലാത്തവര് ദേവീഭജനവും അതുപോലെ ഗണപതി ഭജനവും ഒക്കെ നടത്തിയാൽ നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ മാറും. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ മെച്ചമുണ്ടാവുകയും ചെയ്യും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. എന്നാൽ അപൂർവം ചില കാര്യങ്ങൾ മോശവുമാണ്. അപ്പം നല്ലതും മോശവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അതനുസരിച്ച് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടുന്ന പരിഹാര മാർഗങ്ങളും കൂടി ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മിഥുനമാസം വളരെ നല്ല ഒരു മാസം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.